ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള മധുരമാണ്. വെറും 5 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന റവ കേസരിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ റവ കേസരിയുടെ റെസിപ്പി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു പാൻ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്ത് രണ്ടായിട്ടൊന്ന് പിളന്നിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അതിനുശേഷം ഇതേ പാത്രത്തിൽ തന്നെ ഇട്ട് നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് ഈ കേസരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ റവ വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. നല്ലൊരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഒരു 5 മിനിറ്റ് വറുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് റവ നന്നായിട്ട് മൂത്ത് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് ഈ റവ ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പാനിലോട്ട് റവ കേസരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കേസരിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രഷ് മിൽക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് പാല് ചേർക്കാതെ റവ കേസരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നാൽ പാല് ചേർക്കുമ്പോൾ ഒന്നും കൂടെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് വരണം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കേസരിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടിക്ക് പകരം മഞ്ഞ ഫുഡ് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർത്ത് ഈ കേസരി ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഈ കേസരിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ റവ ചേർക്കാവുള്ളൂ. റവ നമ്മൾ ചേർക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിടുവാണെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് കുറേശ്ശെ ഇടുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നും കൂടി കുറച്ച് വെള്ളം പോലെയാകും. അത് കുഴപ്പമില്ല. അത് പിന്നെ ഇരുന്ന് കുറുകി വന്നോളും. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നെയ്യുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത്രയും നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇനി പാത്രം അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഈ കേസരി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ റവ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നെയ്മയും പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ പാത്രത്തിലോട്ട് ഇത് നമുക്ക് മാറ്റിയിട്ട് അലുവ പോലെ മുറിച്ചെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണിത്. ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിരിക്കും. തണുക്കും തോറും ഇരുന്ന് ഒരല്പം കൂടെ കട്ടിയാകാൻ ചാൻസ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ സിമ്പിളാണ്. നമുക്കൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റവ കേസരി. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അൺമോൾഡ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.